കണ്ണിൻ്റെ റെറ്റിന എന്ന് പറഞ്ഞ പ്രതലത്തിലെ സെൻട്രൽ ഭാഗമാണ് മാക്യുല. നമുക്ക് കാഴ്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഭാഗം. അവിടെ വരുന്ന പ്രായമാകുമ്പോൾ വരുന്ന മാറ്റങ്ങളെയാണ് മാക്യുല ഡിജനറേഷൻ എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്, ഡ്രൈ ടൈപ്പ് ഉണ്ട്, വെറ്റ് ടൈപ്പ് ഉണ്ട്. അതായത് നീർക്കെട്ടുള്ള ടൈപ്പും നീർക്കെട്ടില്ലാത്ത ടൈപ്പും. ഏത് മാക്യുലയുടെ അസുഖമാണെങ്കിലും ആ അസുഖത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം വായിക്കാനുള്ള കാഴ്ചക്കുറവാണ്. അതായത് കണ്ണട വെച്ചാലും, കറക്റ്റായിട്ടുള്ള കണ്ണട വെച്ചാലും ചെറിയ അക്ഷരം കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഡ്രൈ മാക്യുലർ ഡിജനറേഷൻ്റെ ഒരു ലക്ഷണമാണ്. ഈ വെറ്റ് AMD കുറച്ചും കൂടെ സിംറ്റമാറ്റിക് ആണ്, പേഷ്യൻറ്റിന് കുറച്ചും കൂടെ സിംറ്റംസ് ഉണ്ടാക്കും. ആൻഡ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം പെട്ടെന്ന് നമുക്ക് ചെറിയ അക്ഷരം കാണാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ എവിടോട്ട് നോക്കിയാലും നമ്മളുടെ കാഴ്ചയുടെ സെൻട്രൽ ഭാഗത്ത് കറുത്തിരിക്കുകയോ അല്ലെങ്കിൽ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ബ്ലേർഡ് ആയിട്ടിരിക്കുകയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ രോഗലക്ഷണം. പ്രായമാകുന്നതാണ് AMD വരാനുള്ള ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് തന്നെ ആർക്കാണെങ്കിലും 50 വയസ്സിന് ശേഷം എന്ത് രീതിയിലുള്ള AMDയും വരാം. ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ ഡ്രൈ ടൈപ്പും വരാം, വെറ്റ് ടൈപ്പും വരാം. എന്നാൽ വേറെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒന്ന് സ്മോക്കിംഗ് ആണ്, പിന്നെ ഒന്ന് അമിതവണ്ണം അല്ലെ ഒബീസിറ്റിയാണ്. ഇത് രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. അത് കൺട്രോൾ ചെയ്താൽ AMD വരാതിരിക്കാനും AMD വന്നാൽ തന്നെ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും.